ബസ്സിന് കല്ലെറിഞ്ഞും കത്തിച്ചും സർക്കാർ വസ്തുക്കൾ ചുട്ടരിച്ചും നാടിന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയവർ ജനപ്രതിനിധികളായി വരുന്നുവെന്ന് 2020 നേതാവ് സാബു എം ജേക്കബ് മാളയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊടുങ്ങല്ലൂർ മണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ വർഗീസ് ജോർജിന്റെ പ്രചരണാർത്ഥം നടത്തുന്ന കൺവെൻഷനിൽ സംബന്ധിക്കുന്നതിനാണ് സാബു എം ജേക്കബ് മാളയിലെത്തിയത്. ഇപ്പോൾ നമുക്ക് LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ അവരും പിന്തുടരുന്ന ഒരു നയമെന്ന് പറയുന്നത് ബസ് കല്ലെറിഞ്ഞും ഫാക്ടറികൾ തീയിട്ടും സമരങ്ങളും ഹർത്താലുകളും പണിമുടക്കുകളും നടത്തി ഈ നാടിനെ ദ്രോഹിച്ച് വളർന്നു വന്ന ആളുകളെയാണ് എപ്പോഴും സ്ഥാനാർത്ഥികളായിട്ടും അവർ പിന്നെ MLA-മാരായിട്ടും മന്ത്രിമാരും ഒക്കെ ആയിട്ട് വരുന്നത്. അതിൻ്റെ ഒരു ദുരിതമാണ് ഇന്ന് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് കേരളത്തിന് വേണ്ടിയിട്ട് കേരളത്തിൻ്റെ ആവശ്യമുള്ള വികസനം ഉറപ്പാക്കാനോ ആ വികസനത്തെ പറ്റി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. 2020 കഴിഞ്ഞ 14 വർഷക്കാലമായിട്ട് വിവിധ പഞ്ചായത്തുകളിൽ പ്രവർത്തിച്ച് മനസ്സിലാക്കിയത് ഈ മാറി മാറി വരുന്ന ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾ ഒരിക്കലും കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. അവർക്കതിന് ആഗ്രഹമുണ്ടായിട്ടില്ല. ഈ ഭരിച്ചവരൊന്നും 1% പോലും ഈ നാടിനോടോ ഇവിടുത്തെ ജനങ്ങളോടോ കടപ്പാടില്ലാത്തവരായിരുന്നു എന്നുള്ളതാണ്.